നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പെൻഷൻ വാർത്തകൾ നമുക്ക് നോക്കാം, വിശദമായി നോക്കാം. 3 വാർത്തകളാണ് ഇന്ന് പ്രധാനമായി പറയാനുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ വിതരണം പൂർത്തിയായി. ഉടനെ ജനുവരി മാസത്തെ വിതരണ നടപടി തുടങ്ങും. ഈ ആഴ്ച തന്നെ തുടങ്ങും. ഒരു 15-20 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും. അതിനിടയ്ക്ക് കൂടുതൽ നടപടികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ മേടിക്കുന്ന ആളുകളെ തേടിയെത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക പുരോഗതി വിലയിരുത്താൻ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ വീട്ടിൽ എത്തുന്ന നടപടികൾ ചില പഞ്ചായത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാതി കിട്ടിയ പഞ്ചായത്തുകളിലാണ് ആദ്യം ഇവരെത്തിച്ചേരുക. 18% പലിശ അടക്കം ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള എല്ലാ പെൻഷൻ തുകയും അർഹതയില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. അങ്ങനെയാകുമ്പോൾ സർക്കാരിന് ഒരുപാട് സാമ്പത്തിക ലാഭം വരും. നമുക്കറിയാം, ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും കഴിഞ്ഞ 2024 മാർച്ച് മാസം തുടങ്ങി മുടങ്ങാതെ സർക്കാർ പെൻഷൻ നൽകി പോരുന്നൊരു രീതിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി 2026 ഇലക്ഷനൊക്കെ വരികയാണ്. ഈ കുടിശ്ശിക തുക തീർത്തില്ലെങ്കിൽ സർക്കാരിന് പഞ്ചായത്ത് ഇലക്ഷൻ അതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഒരുപാട് തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ളവരുടെ പേരിൽ അർഹതയില്ലാതെ വാങ്ങിക്കുന്ന ആളുകളുടെ പേരിൽ നടപടി സ്വീകരിച്ച് ആ തുക തിരിച്ചു പിടിച്ച് അർഹതപ്പെട്ട കയ്യിലേക്ക് എത്തിക്കാനാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ മുഖ്യ തീരുമാനം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൽ പെൻഷൻ വേണ്ട എന്ന ഇത് എഴുതി കൊടുക്കുക, സത്യവാങ്മൂലം എഴുതി കൊടുക്കുക. പഞ്ചായത്ത് പ്രസിഡന്റിനോ ബ്ലോക്ക് പഞ്ചായത്തിലോ എഴുതി കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കർശന നടപടിയായിരിക്കും ഭാവിയിൽ വരാൻ പോകുന്നത്. 6400 രൂപയാണ് ഇനി നമുക്ക് കുടിശ്ശിക ഉള്ളത്. 8200 ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒരു മാസം ഓണത്തിന് 3200 വിതരണം ചെയ്തായിരുന്നു. ഈ ക്രിസ്മസിന് 3200 വിതരണം ചെയ്യുന്ന ഒരു വാർത്ത വന്നെങ്കിലും സർക്കാരിന് വേണ്ടത്ര സാമ്പത്തിക കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു മാസം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാരിന് 900 കോടി രൂപയാണ് ആവശ്യം. അപ്പോൾ 2 മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യാൻ സർക്കാരിന് 1800 കോടി രൂപയാണ് ആവശ്യം. ഇത് സഹകരണ ബാങ്കിൻ്റെ കൺസോർഷ്യം വിവരിച്ച് പിരിക്കാൻ വേണ്ടി നോക്കിയെങ്കിലും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ എന്ത് വിലയും കൊടുത്ത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കുടിശ്ശിക തുക തിരികെ നൽകാൻ നോക്കും. ഈ ജനുവരി മാസം ചിലപ്പോൾ നമുക്ക് 3200 വന്നു ചേരാൻ സാധ്യതയുണ്ട്. മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും. പിന്നെ എല്ലാ മാസം ഫേസ് മസ്റ്ററിങ് വീടിൽ പണം സ്വീകരിക്കുന്ന ആളുകളിലേക്ക് ഫേസ് മസ്റ്ററിങ് വരാൻ പോവുകയാണ്. അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്ന ആളുടെ പേരിൽ ബന്ധുക്കളും പെൻഷൻ വാങ്ങുന്നുണ്ട്. വാങ്ങുന്ന ആൾ മരണപ്പെട്ടാലും ബന്ധുക്കൾ ആ പേരിൽ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരിൻ്റെ ഈ നീക്കം. സർക്കാരിൻ്റെ രണ്ടും കൽപ്പിച്ചാണ്, ചുരുക്കി പറഞ്ഞ പണി വരുന്നുണ്ടാവാറാച്ച എന്ന് മാത്രമാണ് പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട അർഹതയില്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക. അർഹതപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്.
അവർക്ക് ഒരു നേരത്തെ മരുന്നിനും അവരുടെ ചെലവ് കഴിഞ്ഞു പോകാനുള്ള തുക കിട്ടും. പിന്നെ കുടിശ്ശിക തുക 6400 കൊടുക്കുക. അത് കൊടുത്തു തീർക്കാനും സർക്കാരിന് ഈ നടപടികൾ സ്വീകരിക്കുന്ന കാരണം ഒരു 100 ആളെങ്കിലും പുറത്തു പോയ സർക്കാരിന് കോടിക്കണക്കിന് ലാഭമാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുടിശ്ശിക തുക അടക്കം ഈ ജനുവരി മാസത്തിലെ ബജറ്റിന് പെൻഷൻ കൂട്ടുന്ന ഒരു നടപടി ഉണ്ടാകും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ആ നടപടി പെട്ടെന്ന് ഉണ്ടാവും. 1700 1800 പെൻഷൻ കൂട്ടുക 2026 ആകുമ്പോഴത്തേക്കും 2500 എത്തിക്കും എന്നായിരുന്നു രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ മുഖ്യ അജണ്ട. അത്രയ്ക്കൊന്നും എത്തിയില്ലെങ്കിൽ ഒരു 2000-2200 ആ ഒരു ലെവലിൽ തുക എത്തിക്കാം. അപ്പം എല്ലാവരും ഈ വാർത്ത ഒന്ന് ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ കാര്യം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്നും നിങ്ങളുടെ സ്വന്തം ചാനൽ സത്യമായിട്ടും ഉള്ള വാർത്തകൾ മാത്രമാണ് ഈ ചാനലിലൂടെ പുറത്തുവിടുന്നുള്ളൂ. ദയവ് ഇതാരും ഫേക്ക് ന്യൂസുകൾ ഒരിക്കലും ഈ ചാനലിലൂടെ വരില്ല. അതായത് സോഴ്സിന് കിട്ടുന്ന വാർത്തകളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നത്. പിന്നെ സർക്കാരിൻ്റെ കാര്യമാണ്. ചില വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുത്തേക്കാം. അത് എൻ്റെ തെറ്റല്ല. അതുവരെ സർക്കാരിൻ്റെ ആൾക്കാരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളാണ് ഞാൻ പുറത്തു വിടുന്നത്. പിന്നെ സർക്കാരിൻ്റെ കാര്യമായതുകൊണ്ട് ചില വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടോ സാഹചര്യം മൂലം തെറ്റ് വന്നേക്കാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.